മാംഗല്യം. അകത്തേക്ക് കയറിയവൻ അല്പം പിന്നിലേക്ക് വലിഞ്ഞു നിന്ന് അവളെ പിടിച്ച് തന്റെ ശരീരത്തിലേക്ക് വലിച്ചടുപ്പിച്ചു. പിടഞ്ഞുയർന്ന മിഴികളോടെ ജഗനെ നോക്കി ജാനി. അവളുടെ കണ്ണിലെ പിടപ്പിലേക്ക് നോക്കിക്കൊണ്ട് ജഗൻ അവന്റെ മുഖം അവളുടേതിനോടടുപ്പിച്ചു. അവന്റെ അതിരങ്ങൾ അവളുടേതുമായി കുരുക്കാൻ തുടങ്ങിയ സമയം ജാൻവി മിഴികൾ ഇറുക്കിയടച്ച് അവനു വിധേയപ്പെട്ടു നിന്നു. ജഗന്റെ ചുടുനിശ്വാസം മുഖത്തു പതിഞ്ഞതും ഒന്ന് കുളിർന്നു പോയി ജാൻവി. അതേ സമയം തന്നെയായിരുന്നു ജഗന്റെ ഫോൺ റിങ് ചെയ്തത്. അവരിരുവരും പെട്ടെന്ന് അകന്നു മാറി. ജാൻവി നാണത്തോടെ തല കുനിച്ചുകൊണ്ട് മുറിയിലേക്ക് ചെന്നപ്പോൾ ജഗൻ കോൾ അറ്റൻഡ് ചെയ്തു. ചെറുചിരിയോടെ സോഫയിലേക്കിരുന്നു. മുറിയിലേക്ക് ഓടിച്ചെന്ന ജാനിയുടെ ഓട്ടം ചെന്ന് നിന്നത് കണ്ണാടിക്ക് മുൻപിലായിരുന്നു. അവൾ സ്വന്തം മുഖത്തേക്കൊന്ന് സൂക്ഷിച്ചു നോക്കി. നേരത്തെ രീതിയിൽ ചുവപ്പ് പടർന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? ജഗൻ അരികിലേക്ക് വരുമ്പോൾ താനിങ്ങനെ നാണം കൊണ്ട് പൂത്തൊലിഞ്ഞു പോകുന്നത് ജാൻവി സ്വയം ആലോചിച്ചു. അതും ചിന്തിച്ച് അങ്ങനെ നിൽക്കുന്ന നേരത്താണ് പെട്ടെന്ന് രണ്ട് കൈകൾ അവളുടെ അരക്കെട്ടിലൂടെ ചുറ്റിപ്പിടിച്ചത്. പരിചിതമായ ആ പെർഫ്യൂം ഗന്ധം ജാൻവിയെ പൊതിഞ്ഞതും അവളുടെ മിഴികൾ കൂമ്പിയടഞ്ഞുപോയി. ജഗന്റെ അതിരങ്ങൾ പതിയെ അവളുടെ കഴുത്തിലേക്ക് അമർന്നു. അവന്റെ അതിരങ്ങളുടെ ചൂട് കഴുത്തിലേക്ക് പതിഞ്ഞതും പെട്ടെന്ന് തോന്നിയൊരു ഉൾക്കിടലത്തോടെ ജഗനെ തള്ളിമാറ്റി മുന്നോട്ട് പോകാൻ നിന്ന ജാനിയെ അവൻ ബലമായി പിടിച്ച് അവിടെ നിർത്തി. താനിതെവിടേക്കാ ഈ ഓടി രക്ഷപ്പെടാൻ നോക്കുന്നത്? ഇനി എന്തായാലും എന്നിൽ നിന്ന് ഒരു മോചനം തനിക്കില്ല. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ആ കാതില് വശ്യമായി ജഗനത് പറഞ്ഞതും ജാൻവി പെട്ടെന്നൊന്നും ചിന്തിക്കാതെ അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂട്ടിക്കളഞ്ഞു. ഏറെ നേരം അവർ ആ നിൽപ്പ് തുടർന്നു. അതെ, ഇങ്ങനെ നിന്നാ മതിയോ? നമുക്ക് പോകണ്ടേ? ജഗനത് ചോദിച്ചതും ജാൻവി പതിയെ അവനെ വിട്ടകന്നു മാറി. ഞാൻ റെഡിയായി നിൽക്കുവാണ്. ജഗൻ വേഗം റെഡിയായി വരൂ. അതും പറഞ്ഞുകൊണ്ട് ജാനി ലിവിംഗ് റൂമിലേക്ക് പോയി. ജഗൻ ഫ്രഷായി വരാൻ എന്തായാലും അല്പസമയം എടുക്കുമെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ അവൾ വെറുതെ ഫോണിൽ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന നേരത്താണ് അവളെ ഞെട്ടിച്ചുകൊണ്ട് ജഗൻ ധൃതിയിൽ റെഡിയായി പുറത്തേക്കിറങ്ങി വന്നത്. ഒരു ഒലീവ് ഗ്രീൻ കളർ ഷർട്ടും പേച്ച് കളർ പാൻറ്റുമായിരുന്നു അവന്റെ വേഷം. ചീകി ഒതുക്കിയിട്ടും അനുസരണയില്ലാതെ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്ന കോലൻ മുടിയിഴകൾ അവൻ ഇപ്പോഴും ഒരു കൗമാരക്കാരനാണെന്ന് തോന്നിപ്പിച്ചു. അവന്റെ ഭംഗിയേറിയ ആ വെളുപ്പ് നിറത്തിന് ആ ഒലീവ് ഗ്രീൻ കളർ ഷർട്ട് നന്നായി ഇണങ്ങുന്നുണ്ടായിരുന്നു. ഒരു കയ്യിൽ വാച്ചും മറു കയ്യിൽ ഫോണും പിടിച്ചുകൊണ്ട് ജാൻവിയെ തന്നെ നോട്ടം ഉറപ്പിച്ച് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി വരുന്നവനെ കാണുകെ അവളോ അല്പനേരം കണ്ണെടുക്കാതെ നോക്കി നിന്നുപോയി. എന്താണ് ഭാര്യ ഇങ്ങനൊരു നോട്ടം? ജഗൻ അവൾക്കടുത്തേക്ക് വന്നു നിന്നുകൊണ്ട് ചോദിച്ചു. ഏയ് ജഗൻ, യു ലുക്ക് ഹാൻസം. ജാനി അത് പറഞ്ഞതും ജഗൻ അവളെ ഇടുപ്പിലൂടെ കൈയിട്ടൊന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. ലിഫ്റ്റിനു വേണ്ടി വെയ് ചെയ്തു നിൽക്കുന്ന സമയത്തും ജാനി ജഗനോട് എന്തൊക്കെയോ വാതോരാതെ സംസാരിക്കുന്നുണ്ട്. ജഗൻ, നമ്മളിന്ന് എങ്ങനെയാ പോകുന്നത് ഡിന്നർ കഴിക്കാൻ? നമുക്ക് കാറിൽ പോകാൻ ജാനി. വേണ്ട ജഗൻ, നമുക്ക് ആ ബുള്ളറ്റിൽ പോയാലോ? എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ട്. ജാനി അതീവമായ ആഗ്രഹത്തോടെ ചോദിച്ചു. അതെന്താ ഇപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം? അത് പിന്നെ പുറത്ത് നല്ല മഴയുണ്ട്. മഴയത്ത് ബുള്ളറ്റിൽ നനഞ്ഞു കുളിച്ച് കൈ വിടർത്തി മഴനൂലുകളെ കൈക്കുമ്പിളിൽ നിറച്ചുകൊണ്ടൊരു യാത്ര. ആഹാ, എന്ത് രസമായിരിക്കും. നമുക്കിന്ന് അങ്ങനെ പോയാലോ? ആ രംഗം മനസ്സിൽ കണ്ടുകൊണ്ട് അത്രമേൽ ഉത്സാഹത്തോടെയാണ് ജാൻവി ചോദിച്ചത്. ഇന്നിപ്പോ നമുക്ക് തൽക്കാലം അങ്ങനെ പോകണ്ട. ജഗൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ജാനിയുടെ മുഖം വാടി. പിന്നീട് ഒരു ദിവസം നമുക്ക് അതിനുവേണ്ടി പോകാം, അതുപോലെ. മാത്രമല്ല, തനിക്ക് എക്സാംസ് ഒക്കെ വരാനിരിക്കുക. മഴ നനഞ്ഞു പോയിട്ട് പനി വല്ലതും പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അതും കഷ്ടകാലത്തിലാകും. അതുകൊണ്ട് നമുക്ക് പിന്നീട് ഒരിക്കൽ പോകാം. മഴയല്ലേ, അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പെയ്യും. അപ്പോ തനിക്കിനി എക്സാം കഴിഞ്ഞ് തനിക്ക് എപ്പോ തോന്നുന്നോ അപ്പോ നമുക്ക് പോകാം, ഓക്കെ അല്ലേ? ജഗൻ ചോദിച്ചതും ജാൻവി ചിരിയോടെ അവനെ നോക്കി തലകുലുക്കി. താഴെ പാർക്കിങ്ങിൽ ചെന്ന് ജഗന്റെ കാറിലായിരുന്നു അവരിരുവരും ഡിന്നർ കഴിക്കാൻ പോയത്. ജഗൻ വിളിച്ചു പറഞ്ഞത് പ്രകാരം നഗരത്തിലെ തന്നെ വളരെ തിരക്കേറിയ ഒരു റെസ്റ്റോറന്റിലെ ടേബിളിൽ അവർക്കായി റിസർവ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു. നല്ല ആംബിയൻസും ഒരു പ്രത്യേക ഭംഗിയിൽ ചെയ്ത ഇന്റീരിയറും ഒക്കെ ചേർന്ന് ഒരു വല്ലാത്ത വൈബായിരുന്നു ആ റെസ്റ്റോറന്റിൽ. അവരിരുവരും ഒന്നിച്ച് അകത്തേക്ക് കയറിയുന്ന സമയം തന്നെ അവിടെ ഇരുന്ന പല മുഖങ്ങളും അവരിലേക്ക് നീണ്ടു. കാരണം അത്രയേറെ ശ്രദ്ധിക്കപ്പെടുന്ന തരത്തിലായിരുന്നു അവർ രണ്ടുപേരും പോയത്.
ഒരുപക്ഷെ ജാനി അവളുടെ ജീവിതത്തിൽ ഏറ്റവും സുന്ദരിയായി ഒരുങ്ങിയതും അന്നായിരിക്കും. വല്ലാത്തൊരു എലഗൻ ലുക്കായിരുന്നു അന്ന് ജാനിക്ക്. ഒരു ടേബിളിന് അപ്പുറവും ഇപ്പുറവും ഇരിക്കുവാണ് ജാനിയും ജഗനും. പ്രണയ ജോഡികളെ പോലെ പരസ്പരം കൈകോർത്തു പിടിച്ച് കണ്ണിൽ കണ്ണിൽ നോക്കി. ജാനിക്ക് എന്തോ ജഗന്റെ നോട്ടങ്ങളെ അഭിമുഖീകരിക്കാൻ വല്ലാത്തൊരു വിധം നാണം അവളെ ആകമാനം വന്ന് പൊതിയുന്നുണ്ടായിരുന്നു. ഭക്ഷണത്തിന് ഓർഡർ കൊടുത്ത് സ്റ്റാർട്ടർ കഴിച്ചുകൊണ്ടിരിക്കുവാണ് അവരിരുവരും. പിന്നീട് മെയിൻ കോഴ്സ് വന്നപ്പോഴേക്കും അവരത് ആസ്വദിച്ച് കഴിക്കുന്നുണ്ടെങ്കിൽ പോലും ഇടയ്ക്കിടയ്ക്ക് പ്രണയാതുരമായ നോട്ടങ്ങൾ കൈമാറിക്കൊണ്ടിരുന്നു. ജഗന്റെ ഓരോ നോട്ടത്തിലും ജാനി പൂത്തെളിഞ്ഞു പോയി. ഇടയ്ക്കെപ്പോഴോ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ വെള്ളം കുടിച്ചപ്പോൾ ജാനി അറിയാതെ ചുമച്ചതും ജഗൻ പെട്ടെന്ന് ഇരുന്നിടത്തു നിന്ന് എഴുന്നേറ്റ് അവൾക്കരികിലേക്ക് വന്ന് തലയിൽ മൃദുവായി തട്ടിക്കൊടുത്തു. അതുകൂടി കണ്ടതോടെ തൊട്ടടുത്ത ടേബിളിലൊക്കെ ഇരുന്നവരുടെ ശ്രദ്ധ മുഴുവൻ പൂർണ്ണമായും അവരിലേക്കായി മാറി. ഓരോന്നൊക്കെ പറഞ്ഞും ചിരിച്ചും കളിച്ചും അവർ ആഹാരം കഴിച്ചു. കൈ കഴുകാനായി വാഷിംഗ് സ്പേസിലേക്ക് നടന്നു. ജഗൻ കൈ കഴുകിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അവന്റെ ഫോണിലേക്ക് ജയന്റെ കോൾ വന്നത്. ആഹാ, തന്റെ അച്ഛനാണല്ലോ. ജയന്റെ ഫോൺ വന്നത് ജഗൻ ജാനിക്ക് കാണിച്ചു കൊടുത്തു. ശേഷം കോളെടുത്ത് ഫോൺ ചെവിയോട് ചേർത്തു. ഹായ് അങ്കിൾ, സുഖമല്ലേ? ജഗൻ സംസാരിച്ചു തുടങ്ങി. ആ, സുഖായിരിക്കുന്നു ജഗൻ. നിങ്ങൾ രണ്ടാളും ഓക്കെ അല്ലേ? അതെ അങ്കിൾ. ജഗൻ, ഞാൻ വിളിച്ചത് എന്തിനാണെന്ന് വെച്ചാ, നിങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ടിപ്പോ ഇത്രയും നാളായില്ലേ? ഇതുവരെയും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഇവിടേക്കൊന്നും വന്നില്ലല്ലോ. നിങ്ങളെ ഇവിടേക്കൊന്ന് ക്ഷണിക്കാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. ജയൻ വളരെ സ്നേഹത്തോടെ പറഞ്ഞു. ഈ സൺഡേ നിങ്ങൾ ഫ്രീ ആണോ? അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും കൂടി ഇവിടേക്ക് വരാമോ? അങ്കിൾ, ഒരു മിനിറ്റ്, ഞാൻ ജാൻവിയോടൊന്ന് ചോദിക്കട്ടെ. അതും പറഞ്ഞുകൊണ്ട് ജഗൻ ഫോൺ ചെവിയോട് ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ജാൻവിക്ക് അടുത്തേക്ക് തിരിഞ്ഞു. അതേസമയം സ്പീക്കർ ഫോണിലിട്ട ജയന്റെ ഫോണിൽ കൂടി ജഗൻ പറഞ്ഞ കാര്യങ്ങൾ കേട്ട് മാനസിക്ക് അരിശം വന്നുപോയി. നമ്മൾ അവനോടല്ലേ ചോദിച്ചത്, അവനങ്ങ് പറഞ്ഞാ പോരെ. ഉടനെ അവളോടും കൂടി അഭിപ്രായം ചോദിക്കാൻ നിൽക്കുന്നു. കെട്ടി കൊല്ലം ഒന്ന് തികയും മുമ്പ് അവനെ സാരിത്തുമ്പി കെട്ടിയിട്ടോ അവള്? ജാൻവിയോട് എപ്പോഴേക്കോ തോന്നിയ അമർഷം ഇപ്പോഴും തീരാത്ത പോലെ മാനസി പറഞ്ഞു. മാനസിക്കിപ്പോൾ ജാൻവിയോടുള്ള ഏറ്റവും വലിയ ദേഷ്യം എന്താണെന്ന് വെച്ചാൽ വൈഫുവുമായുള്ള വിവാഹാലോചന മുടങ്ങിപ്പോയതിന്റെ പേരിലാണ്. മറ്റൊന്നും കൊണ്ടല്ല. അവരുടെ ക്ലബിലൊക്കെ അതിന്റെ പേരിൽ മാനസി കുറച്ചധികം അപമാനിക്കപ്പെട്ടു. മാത്രമല്ല, മറ്റുള്ള സൊസൈറ്റി ലേഡീസിന്റെ കളിയാക്കലും കൂടി ആയപ്പോ മാനസിക്ക് ജാൻവിയോടുള്ള ദേഷ്യം ഇരട്ടിച്ചു. ഇപ്പോഴീ ഫോൺ കോൾ പോലും ജയൻ മാനസിയെ ഒരുപാട് നിർബന്ധിച്ച ശേഷമാണ് അവരിരുവരെയും ഇങ്ങോട്ടേക്ക് വിളിക്കാമെന്ന് അവർ സമ്മതിച്ചത്. ജയന് വിഷമമുണ്ടായിരുന്നു. ആകെയുള്ള മകളാണ്. അവൾ വിവാഹം കഴിഞ്ഞതിന് ശേഷം ഒരിക്കൽ പോലും ഈ വീടിന്റെ പടി ചവിട്ടിയിട്ടില്ല. എത്രയൊക്കെ ആഗ്രഹിക്കാതെ ജീവിതത്തിലേക്ക് കടന്നു വന്നവളാണെന്ന് പറഞ്ഞാൽ പോലും ഒരിക്കലും മകളല്ലാതാകുന്നു. അതേസമയം ജാൻവിയോട് സൺഡേ ഫ്രീ ആണോ എന്ന് ചോദിക്കുന്നതിനിടയിൽ തന്നെ മാനസി ജയനോട് പറയുന്ന വർത്തമാനം ജഗൻ കേട്ടിരുന്നു. ജാൻവി തൊട്ടടുത്ത് നിന്നതുകൊണ്ട് തന്നെ ജഗൻ യാതൊന്നും മിണ്ടിയില്ല. ജാൻവി ആണെങ്കിൽ അത് കേട്ടതുമില്ല. എടോ, തന്റെ അച്ഛനാ വിളിക്കുന്നേ. ഈ സൺഡേ ഫ്രീ ആണോ? നമുക്ക് തന്റെ വീട് വരെ പോകാം. ജഗനത് പറഞ്ഞിട്ടും ജാൻവിക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. പക്ഷെ ഫ്രീ ആയതുകൊണ്ട് മാത്രം അവൾ സമ്മതിച്ചു. ഒപ്പം അച്ഛമ്മയെ കാണാലോ എന്നൊരു സന്തോഷവും. ഫ്രീ ആണ് ജഗൻ, ജാനി പറഞ്ഞു. എങ്കിൽ പിന്നെ ഒരു കാര്യം ചെയ്യ്, താൻ ആ ലോഞ്ചിൽ പോയിരുന്നോളൂ. ഞാൻ സംസാരിച്ചിട്ട് അവിടേക്ക് വരാം. ജഗനത് പറഞ്ഞതും ജാൻവി ചിരിയോടെ തലകുലുക്കിക്കൊണ്ട് ലോഞ്ചിലേക്ക് നടന്നുപോയി. ആഹാ, നിങ്ങൾ രണ്ടുപേരും വീട്ടിലില്ലേ? പെട്ടെന്ന് ജഗന്റെ സംസാരം ഫോണിൽ കൂടെ കേട്ടതും ജയൻ ചോദിച്ചു. ഇല്ല അങ്കിൾ, ഞങ്ങളൊരു ഡിന്നർ കഴിക്കാൻ വേണ്ടി പുറത്തേക്ക് വന്നതാ. ആഹാ, ഞാൻ ഡിസ്റ്റർബായോ? ജയൻ പെട്ടെന്ന് ചോദിച്ചു. ഏയ് ഇല്ലെങ്കിൽ, ഞങ്ങൾതാ കഴിച്ചു കഴിഞ്ഞു. തിരികെ പോകാൻ തുടങ്ങുന്ന നേരത്താണ് അങ്കിൾ വിളിച്ചത്. അങ്കിൾ, ഞാൻ ജാൻവിയോട് ചോദിച്ചു. അയാൾ സൺഡേ ഫ്രീ ആണെന്നാണ് പറഞ്ഞത്. എനിക്കും സൺഡേ പ്രത്യേകിച്ച് മറ്റു കാര്യങ്ങളൊന്നുമില്ല. പിന്നെ അങ്കിള് ആന്റിയോടൊന്ന് പറയണം. നമ്മൾ ഭാര്യമാരോട് എന്തെങ്കിലും കാര്യത്തിന് അഭിപ്രായം ചോദിച്ചാൽ അതിന്റെ അർത്ഥം നമ്മൾ പെൺകൊന്തന്മാരാണെന്നാണോ? അതല്ലെങ്കിൽ അവർ നമ്മളെ സാരിത്തുമ്പിൽ കെട്ടിയിട്ടിരിക്കുകയാണെന്നൊന്നും അല്ല. അതൊക്കെ നമ്മൾ പരസ്പരം പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന റെസ്പെക്റ്റ് ആണ്. ആന്റിക്ക് അതേപ്പറ്റിയൊന്നും വലിയ ധാരണയില്ലെങ്കിൽ അങ്കിൾ സമയം കിട്ടുമ്പോൾ ഒന്ന് പറഞ്ഞു കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഫോൺ സ്പീക്കറിൽ കിടന്നുകൊണ്ട് തന്നെ ജഗൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മാനസി കേട്ടിരുന്നു. അവരുടെ മുഖം ചൊളിഞ്ഞുപോയി. നിമ്മി നേരം കൊണ്ട് തന്നെ മുഖത്തെ ഭാവങ്ങളെല്ലാം മാറി മറിഞ്ഞു. ജയൻ ഒരുതരം അവജ്ഞയോടെ മാനസിയെ നോക്കി.
നിനക്കിതിന്റെ വല്ല ആവശ്യം ഉണ്ടായിരുന്നോ എന്നൊരു ചോദ്യവും ആ നോട്ടത്തിൽ മുഴച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. സോറി ജഗൻ, മാനസിയുടെ സ്വഭാവം തനിക്കറിയാവുന്നതാണല്ലോ. താനതൊന്നും കാര്യാക്കണ്ട. ഏയ് ഇല്ലെങ്കിൽ ഞാനിങ്ങനെയുള്ള ലൂസ് ടോക്കുകൾക്കൊന്നും ചെവി കൊടുക്കാറില്ല. പിന്നെ ഇപ്പോഴിത് കേട്ടതുകൊണ്ട് ജസ്റ്റ് പറഞ്ഞെന്ന് മാത്രം. ആന്റിയുടെ അറിവില്ലായ്മ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെങ്കിൽ പറഞ്ഞു തിരുത്താനുള്ള ഉത്തരവാദിത്വം നമുക്കുമില്ലേ? ഒന്നുമില്ലെങ്കിലും ഞാൻ ആന്റിയുടെ ഒരേയൊരു മരുമകനല്ലേ. ലാസ്റ്റ് വാചകം പറഞ്ഞപ്പോൾ ജഗൻ അധികം സ്ട്രെസ് ചെയ്താണ് പറഞ്ഞത്. അതിന്റെ ധ്വനി അവരിരുവർക്കും മനസ്സിലാവുകയും ചെയ്തു. എങ്കിൽ ശരി ജഗൻ, നിങ്ങളുടെ ഔട്ടിങ് നടക്കട്ടെ. ഓക്കെ. അതും പറഞ്ഞുകൊണ്ട് ജയൻ ഫോൺ കട്ട് ചെയ്തു. ദേഷ്യത്തോടെ മാനസിയെ നോക്കി. നിനക്കിത് എന്തിന്റെ കേടാ മാനസി? മകന്റെ പ്രായം മാത്രമുള്ള ഒരു പയ്യന്റെ മുമ്പിൽ ഇപ്പൊ നാണം കെടേണ്ടി വന്നില്ലേ? എന്തിനാണ് നിനക്ക് ഇനിയും ജാൻവിയോട് ദേഷ്യം? നോക്കു മനസി, നമുക്ക് രണ്ടുപേർക്കും ഒരുപാട് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. അതിൽ ആദ്യത്തെ തെറ്റ് നമ്മുടെ അറിവോടെയും നമ്മുടെ ഇഷ്ടത്തോടെ അല്ലെങ്കിൽ പോലും നമ്മളിലൂടെയാണ് ജാൻവി ഈ ഭൂമിയിലേക്ക് വന്നത്. എന്നുവെച്ചാൽ അവൾക്ക് ഈ ലോകത്ത് ഏറ്റവും അടുത്ത ബന്ധം നമ്മളുമായിട്ടാണ്. ആ നമ്മൾ തന്നെ അവളെ എത്രയോ പ്രാവശ്യം തഴഞ്ഞിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അവളുടെ അമ്മയും അച്ഛനും എന്ന് പറയാനുള്ള യോഗ്യത പോലും നമ്മൾക്കില്ല. എപ്പോഴെങ്കിലും മോൾ എന്ന രീതിയിൽ ഒന്ന് അടുത്തേക്ക് വിളിക്കുവോ, ചേർത്ത് നിർത്തുവോ, സുഖമാണോ എന്ന് സ്നേഹത്തോടെ ഒരു വാക്ക് ചോദിക്കുവോ ചെയ്തിട്ടുണ്ടോ? എന്നിട്ടും ഒരു പരിഭവവും പരാതിയും പറയാതെ അവൾ നമുക്കൊപ്പം ജീവിച്ചില്ലേ? ഇനിയെങ്കിലും നമുക്ക് അവളെ സ്നേഹിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും വേണ്ടില്ല, ഉപദ്രവിക്കാതിരുന്നൂടെ? അങ്ങേയറ്റം ദയനീയതയോടെ ജയൻ ചോദിച്ചപ്പോഴേക്കും മാനസിക ദേഷ്യാണ് വന്നത്. എത്ര പറഞ്ഞാലും നിന്റെ തലയിൽ കയറില്ലെന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാനാ? അയാൾ ദേഷ്യത്തോടെ ഫോൺ ബെഡിലേക്ക് ഇട്ടുകൊണ്ട് എഴുന്നേറ്റു പോയി. മാനസി വല്ലാത്തൊരവസ്ഥയിൽ ബെഡിലേക്കിരുന്നോ. ജയനുമായി വാക്കുതർക്കത്തിൽ ഏർപ്പെടുന്നത് ഇപ്പോഴും മാനസിക്ക് വല്ലാത്തൊരു വിഷമമാണ്. അവർക്കെപ്പോഴും ജയൻ അവരുടേത് മാത്രമായി ഒപ്പം ഉണ്ടാകണം. ആ ജീവിതത്തിൽ അയാൾ ആരെയും ന്യായീകരിക്കുന്നതോ മാനസിയേക്കാൾ കൂടുതൽ പരിഗണന നൽകുന്നതോ സ്നേഹിക്കുന്നതോ ഒന്നും തന്നെ അവർക്കിഷ്ടമല്ല. അതിപ്പോ ജാനിയാണെങ്കിലും, എന്തിനേറെ പറയുന്നു ജയന്റെ അമ്മയാണെങ്കിൽ പോലും മാനസിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അങ്ങനത്തെ ഒരു പ്രകൃതമാണ് അവരുടേത്. ജഗൻ പറഞ്ഞത് പ്രകാരം കുറച്ചധികം സമയം ലോഞ്ചിലിരുന്നെങ്കിലും ജാൻവിക്ക് നല്ല രീതിയിൽ തന്നെ ബോറടിക്കുന്നുണ്ടായിരുന്നു. അവൾ പതിയെ ആ റെസ്റ്റോറന്റിന്റെ ഇടനാഴിയിലേക്ക് ഇറങ്ങി നിന്നു. നേരത്തെ മഴച്ചാറ്റിലുണ്ടായിരുന്നു പുറത്ത്. ഗ്ലാസ് വാളിലൂടെ പുറത്തു പെയ്യുന്ന മഴയുടെ ദൃശ്യം അവ്യക്തമായി കണ്ട ജാൻവി പതിയെ അവിടേക്ക് ചെന്നു. വാളിൽ വിരത്തൊട്ട് പുറത്തെ മഴയെ ആസ്വദിച്ച് അവളങ്ങനെ നിൽക്കുന്ന സമയത്തായിരുന്നു തൊട്ടരികിൽ ഒരു സാമീപ്യം അവൾ അറിഞ്ഞത്. ജഗനാകുന്ന ചിന്തയിൽ പെട്ടെന്ന് മുഖം തിരിച്ചു നോക്കിയതും അത്ര പരിചയമില്ലാത്ത 2-3 ചെറുപ്പക്കാരെ തനിക്ക് തൊട്ടരികിൽ കണ്ടതും അവൾ വല്ലാത്തൊരു ഭയത്തോടെ ചുറ്റും നോക്കി. അവളുടെ കണ്ണുകൾ ആ നിമിഷം ജയനെയായിരുന്നു തിരിഞ്ഞത്. എന്താ മോളെ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നത്? അവരിൽ ഒരുവൻ ഒരു വഷളൻ ചിരിയോടെ അവളെ നോക്കി ചോദിച്ചതും അവളുടെ ഭയം അതിന്റെ നെറുകയിലെത്തി. പക്ഷെ ഉള്ളിലെ പേടി പുറത്തു കാണിക്കാതെ അല്പം സ്ട്രോങ് ആയി തന്നെ നിന്ന് ജാൻവി, എന്താ ഇവിടെ ഒറ്റയ്ക്ക് നിൽക്കാൻ പാടില്ലെന്ന് റൂൾ എന്തെങ്കിലും ഉണ്ടോ? അവൻ ചോദിച്ചതിന് മറുപടിയായി ജാൻവി തിരിച്ചു ചോദിച്ചു. ആ, ചൂടാകല്ലേടി. നല്ല മഴ, തണുപ്പ്, കൂടെ നിന്നെപ്പോലൊരു സുന്ദരി പെണ്ണും. ഞങ്ങൾ ഓക്കെയാ, നിനക്കെങ്ങനെ? അതിലൊരുവൻ ചോദിച്ചപ്പോൾ ജാൻവിക്ക് അടിമുടി വിറഞ്ഞു കയറി. ടാ, സൂക്ഷിച്ച് സംസാരിക്കണം. ഒരു പെണ്ണ് ഒറ്റയ്ക്ക് ഒരിടത്ത് നിന്നാൽ നിന്നെപ്പോലുള്ളവന്മാരുടെ ചൂട് തേടി നിൽക്കുവല്ല. ചിലപ്പോ നിന്റെ വീട്ടിലുള്ള പെണ്ണുങ്ങളൊക്കെ അത്തരക്കാരായിരിക്കും. ആ കോല് വെച്ച് നീ നാട്ടിലുള്ള മുഴുവൻ പെങ്ങളെയും അളക്കാൻ വരരുത് കേട്ടോടാ, ജാൻവി അവന് നേർക്ക് ചൂടായിക്കൊണ്ട് പറഞ്ഞു. ആ, നിന്ന് പിടയ്ക്കല്ലേടി പെണ്ണെ, ഒരുവൻ അതും പറഞ്ഞുകൊണ്ട് അവൾക്ക് നേർക്കടുത്തു. തുടരും. അടുത്ത പാർട്ട് തന്നിട്ടുണ്ട്. ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ദയവേത് സപ്പോർട്ട് ചെയ്യണേ. ഒപ്പം കമന്റ് തരാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ.